തുടങ്ങിയാലോ? ഓക്കെ. ഞാൻ ജംഷീന. ഞാൻ ശ്രുതി. എൻ്റെ പേര് ഫസ്ന. ഞാൻ സൈലത്തിലെ കോൺസ്റ്റിറ്റ്യൂഷൻ ഫാക്കൽറ്റിയാണ്. സോഷ്യോളജിയും ഹാൻഡിൽ ചെയ്യാറുണ്ട്. ഇപ്പോൾ സൈലം PSC സയൻസ് ഫാക്കൽറ്റിയാണ്. എസ്പെഷ്യലി കെമിസ്ട്രി എടുക്കുന്നു. ഫിസിക്സിന്റെ ഫാക്കൽറ്റിയാണ്. ഇതിനു മുമ്പ് ഞാൻ കുറച്ചു കാലം PSC തന്നെയായിരുന്നു. PSC കോച്ചിങ് ആയിട്ട് തന്നെയാണ്. അപ്പോൾ ഒരു 2-3 വർഷം 2016 മുതൽ ഈ PSC കോച്ചിങ്ങിൽ തന്നെയായിരുന്നു. എന്നാൽ സർവീസിൽ കയറിയതിന് ശേഷം പിന്നീട് കുറച്ചൊരു ഗ്യാപ്പ് വന്നു എന്നുള്ളത് ശരിയാണ്. പിന്നീട് സൈലത്തിൽ വരുമ്പോഴാണ് ഒരുപാട് വ്യത്യാസമുണ്ട്. അന്നത്തെ PSCയും ഇന്നത്തെ PSCയും ഇല്ലേ, ചോദ്യങ്ങൾ വരുന്ന രീതിയിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ ആദ്യമൊക്കെ വളരെ സർഫസിലൂടെ ചോദിച്ചിരുന്ന ടോപ്പിക്കുകൾ പോലും വളരെ ഡീപ്പായിട്ട് പഠിക്കേണ്ടത് ആവശ്യമാണ്. ആദ്യം പറയാനുള്ളത്, സൈലം പോലെ ഇത്രയും കുട്ടികൾ പഠിക്കുന്ന അല്ലെങ്കിൽ കുട്ടികളുടെ അടുത്ത് നിന്ന് അത്രയും റെസ്പോൺസ് കിട്ടുന്ന ഒരു പ്ലാറ്റ്ഫോമിന്റെ ഭാഗമായി എന്നുള്ളതിലുള്ള സന്തോഷമാണ്. അപ്പം ഈ പറഞ്ഞ പോലെ തന്നെ അത്രയധികം അപ്ഡേഷൻ വേണ്ടുന്ന ഒരു മേഖലയാണ് PSC ടീച്ചിങ് എന്ന് പറയുന്നത്. ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാമിന്റെ ടീച്ചിങ് ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. അപ്പം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ PSC ഇപ്പോൾ പുതുതായിട്ട് നടത്തുന്ന നമ്മൾ എക്സാമുകളൊക്കെ എടുത്തു കഴിഞ്ഞാൽ ചോദ്യത്തിൽ വരുന്ന പാറ്റേണിൽ വ്യത്യാസമുണ്ട്. ചോദ്യം ചോദിക്കുന്ന ഏരിയകളിലൊക്കെ വ്യത്യാസം വരുന്നുണ്ട്. അപ്പം നമ്മൾ കുട്ടികളെക്കാൾ അത്രയും അപ്ഡേറ്റഡ് ആയി പോയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇന്നത്തെ PSCക്ക് എന്താണോ വേണ്ടത് അത് പഠിപ്പിക്കാനാവുള്ളൂ. നമ്മൾ പഠിക്കുന്നതിനേക്കാൾ എത്രയോ എഫേർട്ട് വേണ്ട കാര്യമാണ് ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ 1 മണിക്കൂർ ക്ലാസ് എടുക്കണമെങ്കിൽ അതിനുവേണ്ടി നമ്മളുടെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് ഒരു 4-5 മണിക്കൂറായിരിക്കും. ഒരുപാട് സോഴ്സസ് റെഫർ ചെയ്യണം. ആ സോഴ്സസ് ഒക്കെ കറക്റ്റാന്ന് ഉറപ്പ് വരുത്തണം. പേഴ്സണൽ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഫാമിലിയിൽ എൻ്റെ ഹസ്ബൻഡ്, 2 മക്കൾ, ഉമ്മ, ഇത്രയും പേരാണുള്ളത്. പിന്നെ ഒരു ഫാമിലി എന്ന് പറയുന്നത് എങ്ങനെയാണ് ഒരു ഫാമിലി ആവുന്നത്? നമ്മൾ ഓരോരുത്തരും അവരുടെ അംബീഷന് നമ്മൾ കൂടെ നിൽക്കുമ്പോഴാണ് അല്ലേ? അപ്പോൾ എൻ്റെ ഫാമിലിയിലുള്ള എല്ലാവരെയും ഞാൻ സപ്പോർട്ട് ചെയ്യുന്നത് പോലെ തന്നെ അവരും എൻ്റെ കരിയറിൽ അല്ലെങ്കിൽ എൻ്റെ അംബീഷനിൽ, കാരണം ഞാനിത് വളരെ ഇഷ്ടപ്പെട്ട് സെലക്ട് ചെയ്തൊരു ജോലിയാണ്. അപ്പോൾ അതിൽ എന്നെ അവരും സഹായിക്കുന്നു. ആദ്യം കല്യാണത്തിന് മുമ്പാണെങ്കിലും കല്യാണം കഴിഞ്ഞതിന് ശേഷമാണെങ്കിലും എനിക്ക് ഭയങ്കരമായിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസ് ഒന്നുമില്ല. പിന്നെ മോള് ജനിച്ചതിന് ശേഷമാണ് സത്യം പറഞ്ഞ ഒരു സെക്കൻഡ് ഫേസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. മോള് ജനിച്ചതിന് ശേഷം മോളെ നോക്കണം. അപ്പോൾ ആദ്യത്തെ ഒരു 2-3 വർഷം ഞാൻ ജോലിക്ക് പോയിട്ടുണ്ടായിരുന്നില്ല. സത്യം പറഞ്ഞാൽ എനിക്ക് വല്ലാത്തൊരു ഡിപ്രഷനായിരുന്നു. അത്രയും കാലം ജോലിയൊക്കെ ചെയ്ത് പെട്ടെന്നൊരു ഫിനാൻഷ്യൽ ഡിപ്പെൻഡൻസി ഒക്കെ വന്ന സമയത്ത് ഭയങ്കര വിഷമമായിരുന്നു. പിന്നെ അതിന് ശേഷമാണ് ഞാനിത് മാനേജ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ തുടങ്ങിയത്. സത്യം പറഞ്ഞാൽ ഫാമിലിയുടെ നല്ല രീതിയിലുള്ള സപ്പോർട്ട് ഉണ്ട്. നമ്മൾ എന്തെങ്കിലുമൊക്കെ തരത്തിൽ വേറെയും കാര്യങ്ങളിൽ എൻഗേജ്ഡ് ആയി കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ ഒരു ലൈഫ് ഒരു ലൈവായിട്ട് പോകുള്ളൂ. അതല്ലെങ്കിൽ നമുക്ക് ആകെ മടുപ്പ് എന്നുള്ളൊരു രീതിയിലേക്ക് വരും. അപ്പം എല്ലാത്തിനും പ്രാധാന്യമുണ്ട്. പേഴ്സണൽ ലൈഫിൻ്റെതായിട്ടുള്ള, അതുപോലെ ഫാമിലിക്കായാലും എല്ലാത്തിനും നമ്മൾ പ്രാധാന്യം കൊടുക്കണം. അതേപോലെ തന്നെ കരിയറും മുന്നോട്ട് കൊണ്ടുപോവാണ് വേണ്ടത് തോന്നുന്നു. ജെൻഡർ ഡിസ്ക്രിമിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴുള്ള കുട്ടികൾക്കൊന്നും അത് ഫീൽ ചെയ്യുന്നില്ല. നിങ്ങൾക്കും അറിയുന്ന ഒരു കാര്യമാണ് അല്ലേ? പക്ഷെ കുറച്ച് മുമ്പ് വരെ ചെറിയൊരു വ്യത്യാസം ഉണ്ടായിരുന്നു അല്ലേ? ഇപ്പൊ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുകയാണെങ്കിൽ ഞാൻ വളരെ നേരത്തെ മാരീഡായി, വളരെ നേരത്തെ ഒരു സെറ്റിലാവേണ്ട ഒരാളായിരുന്നു. എൻ്റെ ഉപരിപഠനവും ജോലിയെക്കുറിച്ചുള്ള ചിന്ത പോലും എനിക്ക് കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതിൽ നിന്നൊക്കെ എന്താ പറയുക, അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നിന്നൊക്കെ നമുക്ക് മാറണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം വേണ്ടത് ഒരു ഉറച്ച തീരുമാനമാണ്. അപ്പം ഇന്നൊരു സാധനം വേണം അല്ലെ, ഇന്നൊരു ജോലി വേണം എന്നുള്ള ഒരു ഉറച്ച തീരുമാനം എടുക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് പോയിന്റ്. രണ്ടാമത് അതിനുവേണ്ടി പരിശ്രമിക്കുക എന്നുള്ളതാണ്. അതെന്താ ഞാൻ മാത്രം ചെയ്യേണ്ടത്, അല്ലെങ്കിൽ വേറെ വീട്ടിൽ പോകാൻ വേണ്ടിയിട്ടാണോ പണികൾ പഠിക്കേണ്ടതെന്നൊക്കെ ശരിക്കും എന്ന് വെച്ചാൽ വീട്ടു ജോലികൾ ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും അറിഞ്ഞിരിക്കേണ്ട. കാരണം നമ്മുടെ ബേസിക് സ്കില്ലാണ് നമ്മുടെ കാര്യങ്ങൾ ചെയ്യാന്നുള്ളത്. അതൊരു പെൺകുട്ടി വേറൊരു വീട്ടിൽ പോകേണ്ടത് കൊണ്ട് അവളെ നേരത്തെ പഠിപ്പിക്കുക, ട്രെയിനിങ് ചെയ്യുക എന്നുള്ളത് ശരിയല്ല. അപ്പം അവരുടെയും പ്രശ്നമല്ല. അവരും എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ പാരൻസിൻ്റെ അടുത്ത് നിന്ന് കേട്ടിട്ട് കണ്ടീഷനിങ് ആയി പോയ കാര്യങ്ങളാണ്. അപ്പം നമ്മളിതൊക്കെ വീട്ടിൽ കുറേയൊക്കെ ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും കുറേ കാര്യങ്ങൾ മാറ്റം വന്നിട്ടുണ്ട്. കാരണം എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ കുട്ടികളൊക്കെ അങ്ങനെ തന്നെയാണ്. ഇതിനെക്കുറിച്ചൊക്കെ ചോദ്യം ചെയ്യാനും ഇതിനൊക്കെ മെല്ലെ മെല്ലെ മാറ്റി തുടങ്ങിയിട്ടുണ്ട്. എനിക്കങ്ങനെ വലിയ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ എന്നോട് ഫീൽ ചെയ്തിട്ടില്ല. ഫാമിലിയിലൊക്കെ പറയുകയാണെങ്കിൽ ഞാൻ അതിനെപ്പറ്റി വലിയ ബോധേടൊന്നുമല്ല. എൻ്റെ അവകാശങ്ങളൊക്കെ വീട്ടിലാണെങ്കിലും പുറത്താണെങ്കിലും ഞാൻ കറക്റ്റായിട്ട് ചോദിച്ച് വാങ്ങാറുണ്ട്. പക്ഷെ എല്ലാവർക്കും അത് പറ്റിയെന്ന് വരില്ല. എൻ്റെ ഫാമിലിയിൽ തന്നെ ഒരുപാട് പേരോടുള്ള അത്തരത്തിലുള്ള ഡിസ്ക്രിമിനേഷൻസ് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം നമ്മൾ പെൺകുട്ടികൾ നമ്മളെ അവകാശങ്ങളെക്കുറിച്ചും നമ്മുടെ ശക്തിയെക്കുറിച്ചും ബോധവാന്മാരാവുക, അത്രയേ ഉള്ളൂ. അത് നമ്മൾ എവിടെയാണെങ്കിലും നമ്മുടെ റൈറ്റ്സ് ചോദിച്ച് തന്നെ നേടുക. വീട്ടമ്മമാരോടും അതുപോലെ വേറെ ഏതെങ്കിലും ജോലിക്ക് പോയി ഗവൺമെൻറ് ജോലിക്ക് തയ്യാറെടുക്കുന്നവരോടും എനിക്ക് പറയാനുള്ളത്, ഞാൻ ആദ്യം പറഞ്ഞൊരു കാര്യം തന്നെ, ഒരു സർക്കാർ
ജോലിയിൽ കയറണം, ഒരു സർവീസിൽ കയറണം എന്നൊരു തീരുമാനം നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ അതൊരു ഉറച്ച തീരുമാനമായിരിക്കണം. അതിനി എന്ത് തന്നെ വന്നാലും ഞാൻ അതിനു വേണ്ടി ശ്രമിക്കും എന്നുള്ളത് ആലോചിക്കുക. നമുക്ക് മുന്നിൽ ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടായിരിക്കും അല്ലേ? പെണ്ണായതുകൊണ്ട് തന്നെ എനിക്കും ഇത് കുറേയൊക്കെ മനസ്സിലാവും. നമ്മുടെ മുന്നിൽ ഒരുപാട് ഡ്യൂട്ടീസ് അല്ലേ നമ്മുടെ മുന്നിലുള്ളതാണ്. പക്ഷേ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളെല്ലാം നമുക്ക് ഈ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള ഒരു ഫ്യൂവലാക്കി മാറ്റുക. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കൂടെ എല്ലാ സാഹചര്യങ്ങളും നമുക്ക് സപ്പോർട്ടീവായിട്ട് വരും. നമ്മുടെ സാഹചര്യം എന്താണോ അത് അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. നമ്മൾ ഒരു പരാതി പറഞ്ഞിട്ടും കാര്യമില്ല. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാനുള്ളത്, ഈ പണികളെല്ലാം കഴിഞ്ഞിട്ട് നമുക്കൊരു ക്വാളിറ്റി എത്ര സമയം കണ്ടെത്താനും പറ്റും എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. അത് നോക്കുക എന്നുള്ളത്. 12 മണിക്കൂറോ 18 മണിക്കൂറോ പഠിക്കുന്നവർക്കാണ് PSC കൊടുക്കാന്നൊന്നും ഇവിടെ എഴുതി വെച്ചിട്ടില്ല. ഒരു 3 മണിക്കൂർ വൃത്തിക്ക് എല്ലാ ദിവസവും പഠിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് തന്നെ ധാരാളമാണ്. പക്ഷെ അത് വളരെ വൃത്തിയായിട്ടും എഫക്റ്റീവായിട്ടും പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അവരുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ഒരു എന്താ പറയുക, നമ്മളെല്ലാവരും ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം നിങ്ങൾ PSC എന്നുള്ള ഒരു എന്താ പറയുക PSC ജോലി, ഒരു ഗവൺമെൻറ് ജോലി സ്വപ്നം കണ്ട് അതിനുവേണ്ടി ഇറങ്ങി തിരിച്ചവരാണ്. വഴിയിൽ ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടാകും. നിങ്ങളുടെ വീട്ടിലെ കാര്യങ്ങളും പഠനവും എല്ലാം ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ടുണ്ടാകും. അതിനുവേണ്ടിയാണ് ഞാൻ പറയുന്നത്, അങ്ങനെ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾക്കിടയിൽ പഠിക്കേണ്ടി വരുന്നവർക്ക് കൃത്യമായിട്ടുള്ളൊരു പ്ലാനിങ്ങും ഒരു ടൈം മാനേജ്മെൻറ്റും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അപ്പോൾ നമ്മൾ തന്നെ നമ്മളെ നന്നായിട്ട് മോട്ടിവേറ്റ് ചെയ്ത് പോസിറ്റീവായിട്ട് വെക്കുക. നമ്മൾ സൂപ്പറാണെന്ന് നമ്മൾ തന്നെ വിചാരിക്കും.